പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, പ്രണയദിനം. പ്രണയം മനസ്സിലുള്ള മുഴുവൻ മനുഷ്യരുടെയും ദിനമാണ്. പ്രണയം മനസ്സിലില്ലാത്തവരായി ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. പ്രണയമില്ലെങ്കിൽ ഒരർത്ഥത്തിൽ മനുഷ്യരുമില്ല. അത് മനുഷ്യനും മനുഷ്യനോട് തോന്നുന്ന പ്രണയം മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുപാടും ഉപേക്ഷിക്കാൻ പറ്റാതെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്ന എന്തിനോടും തോന്നുന്ന പ്രണയം. ആദ്യമായി ഇഷ്ടം തോന്നിയ ആളോട് പേടിച്ച് പ്രണയം പറഞ്ഞ ദിവസം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകുമല്ലേ? എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയാതെ ഭയന്നിരുന്ന നിമിഷങ്ങൾ. അന്ന് പേടിച്ചിരുന്നെങ്കിലും ഇന്നതൊരു നല്ല ഓർമ്മയായിരിക്കും. പ്രണയം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നൊരു സിനിമയാണ് ടൈറ്റാനിക്. റോസും ജാക്കുമായിരുന്നു നമുക്ക് പ്രണയത്തിൻ്റെ ബിംബങ്ങൾ. എന്നാൽ ടൈറ്റാനിക്കിലുണ്ടായിരുന്ന 2200-ലധികം പേരിൽ വേറെയും പ്രണയികളുണ്ടായിരിക്കും, അല്ലേ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അവർക്ക് പിന്നാലെ പോയപ്പോൾ, ജാക്കിനും റോസിനും പിന്നാലെ പോയപ്പോൾ പ്രണയിച്ച് കാണുമായിരുന്ന മറ്റുള്ള മനുഷ്യരെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. എന്നാൽ അങ്ങനെ മറ്റൊരു നായകനും നായികയും ഉണ്ട്. അമേരിക്കക്കാരായ ഐഡ സ്ട്രോസും ഭർത്താവ് ഇസിഡോർ സ്ട്രോസും. അവരുടെ കഥ കൂടിയാണ് ടൈറ്റാനിക്. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവിതം മാറ്റിവെച്ച ദമ്പതികളായിരുന്നു അവർ. കപ്പൽ തകർന്ന് ആളുകളെ ലൈഫ് ബോട്ടിലേക്ക് കയറ്റുമ്പോൾ സമ്പന്നരും ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരുമായതിനാൽ ഐഡയ്ക്കും ഇസിഡോറിനും അതിലിടം പിടിച്ചു. എന്നാൽ ഇസിഡോർ ബോട്ടിലേക്ക് കയറാൻ തയ്യാറായില്ല. സ്ത്രീകളെയും കുട്ടികളെയും രക്ഷപ്പെടുത്തു എന്നാണ് ഇസിഡോർ പറഞ്ഞത്. ഇസിഡോറിനൊപ്പം ലൈഫ് ബോട്ടിൽ കയറിയ ഐഡയും പുറത്തേക്കിറങ്ങി. തിരിച്ച് ബോട്ടിൽ കയറാൻ ഇസിഡോർ ഒരുപാട് തവണ അഭ്യർത്ഥിച്ചു. പക്ഷേ ഐഡ കൂട്ടാക്കിയില്ല. ഇസിഡോറിനോട് ഐഡ ഇങ്ങനെ പറഞ്ഞു: ഇസിഡോർ, ഞാൻ നിങ്ങളോടൊപ്പം ജീവിച്ചു, നിങ്ങളോടൊപ്പം മരിക്കാനും തയ്യാറാണ്. അവർ അന്ന് രാത്രി മരിച്ചു. പ്രണയത്തിൽ നിങ്ങളെ ഭയപ്പെടുത്താൻ മരണത്തിനു പോലും സാധിക്കില്ല എന്ന് മനസ്സിലാക്കാൻ ഈ പ്രണയദിനത്തിൽ ഇതിനേക്കാൾ വലിയ ഉദാഹരണം ആവശ്യമുണ്ട്. പ്രണയിക്കാത്ത മനുഷ്യൻ പൂക്കാത്ത മരമാണെന്ന് പറഞ്ഞത് നെരൂദയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നല്ലൊരു പ്രണയകാലം ആസ്വദിക്കുക. എല്ലാവർക്കും പരസ്പരം കെയർ ചെയ്തുകൊണ്ട് പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. കെയറിങ് ഈസ് ഷെയറിങ്, കെയറിങ് ഈസ് ലവ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രണയദിനാശംസകൾ. ഹാപ്പി വാലന്റൈൻസ് ഡേ.